മഹാഭാരതത്തിലെ ഏറ്റവും കരുത്തുറ്റ കഥാപാത്രം. ചന്ദ്രവംശ രാജാവായ ശന്തനുവിന് ഗംഗാദേവിയിൽ പിറന്ന വീരയോദ്ധാവ്. അഷ്ടവസുക്കളിൽ ഒരാളായ ദ്യോവിൻ്റെ മനുഷ്യജന്മമായിരുന്നു ദേവവ്രതൻ എന്ന ഭീഷ്മർ. പിതാവിനു വേണ്ടി ജീവിതകാലം മുഴുവൻ ബ്രഹ്മചാരിയായി ജീവിച്ച ഭീഷ്മൻ ഹസ്തിനപുര സിംഹാസനത്തിൻ്റെ യഥാർത്ഥ അവകാശിയായിരുന്നിട്ടും തൻ്റെ രണ്ടാനമ്മയുടെ സന്തോഷത്തിനായി ഹസ്തിനപുര സിംഹാസനത്തിൻ്റെ കാവൽക്കാരനായി ജീവിതകാലം മുഴുവൻ കഴിച്ചുകൂട്ടിയ ഭീഷ്മൻ സ്വന്തം പ്രതിജ്ഞ പാലിക്കാനായി അധർമ്മപക്ഷമായതിനാൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ പരാജയപ്പെടും എന്നറിഞ്ഞിട്ടും കൗരവപക്ഷത്തു നിന്ന് പോരാടി വീരചരമം പ്രാപിച്ച ഭീഷ്മ പിതാമകൻ. പാണ്ഡുവിന് 5 പുത്രന്മാരും ധൃതരാഷ്ട്രന് 100 പുത്രന്മാരും പിറന്നതോടുകൂടി ഹസ്തിനപുര സിംഹാസനത്തിനായി ധൃതരാഷ്ട്രൻ കുബുദ്ധി പ്രയോഗിക്കുവാൻ തുടങ്ങി. പുത്രവാത്സല്യത്താൽ അന്ധനായി മാറിയ രാജാവ് എങ്ങനെയും പാണ്ഡവരെ നശിപ്പിക്കുവാൻ ദുര്യോധനും ശകുനിക്കും എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു. പാണ്ഡുവിൻ്റെ മരണത്തോടെ പാണ്ഡവരുടെ പക്ഷം പറയുവാൻ ഹസ്തിനപുരിയിൽ ആളില്ലാതായി. ഭീഷ്മർ പാണ്ഡവരെ വളരെയധികം സ്നേഹിച്ചിരുന്നു എങ്കിലും ധൃതരാഷ്ട്രരുടെ ദുഷ്പ്രവർത്തികളെ തടയുവാൻ അദ്ദേഹം ശ്രമിച്ചില്ല. ഇതിൻ്റെ പരിണിത ഫലമായി പാണ്ഡവരും കൗരവരും അതീവ ശത്രുക്കളായി മാറി. ധൃതരാഷ്ട്രരുടെ പുത്രസ്നേഹം അദ്ദേഹത്തെ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് നയിച്ചു. ഒടുവിൽ തൻ്റെ 100 പുത്രന്മാരുടെയും മരണത്തിലും കുലത്തിൻ്റെ തന്നെ സർവനാശത്തിലും കലാശിച്ചു. ഭീഷ്മ പിതാമകൻ ധൃതരാഷ്ട്രരെ നിയന്ത്രിച്ചിരുന്നു എങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു. ഇന്ദ്രപ്രസ്ഥത്തിൽ വസിച്ച് രാജഭരണം നടത്തി വന്ന പാണ്ഡവരെ ധൃതരാഷ്ട്രർ വിതുരരെ അയച്ച് ഹസ്തിനപുരിയിലേക്ക് ക്ഷണിച്ചു. വല്യച്ഛൻ്റെ ആജ്ഞ സ്വീകരിച്ച് പാണ്ഡവർ ഹസ്തിനപുരിയിലെത്തി. ഹസ്തിനപുരിയിലെത്തിയ പാണ്ഡവരെ ധൃതരാഷ്ട്രർ, ഗാന്ധാരി, ദ്രോണർ, കൃപർ, ഭീഷ്മർ തുടങ്ങിയ പ്രമുഖർ സ്വീകരിച്ചു. ഹസ്തിനപുരിയിൽ പാണ്ഡവരെ എത്തിച്ച് ചൂതുകളിയിലൂടെ അവരുടെ സർവവും തട്ടിയെടുക്കുക എന്നതായിരുന്നു ദുര്യോധനൻ്റെയും ശകുനിയുടെയും ലക്ഷ്യം. ഇതിന് ധൃതരാഷ്ട്രനും മൗനാനുവാദം നൽകി. എന്നാൽ വിതുരൻ ഇതിനെ എതിർത്തു. എങ്കിലും രാജകൽപ്പന അനുസരിക്കുവാൻ ബാധ്യസ്ഥനായതിനാൽ അദ്ദേഹത്തിന് മൗനം പാലിക്കേണ്ടി വന്നു. എങ്കിലും വിതുരൻ യുധിഷ്ഠിരനോട് ചൂതുകളി അനർത്ഥത്തിൻ്റെ വിത്താണെന്നും അതിനാൽ ഈ ചൂതുകളി ഒഴിവാക്കുവാൻ ഞാൻ വളരെ പരിശ്രമിച്ചു എന്നും പക്ഷേ ഫലമുണ്ടായില്ലെന്നും അതിനാൽ യുധിഷ്ഠിരൻ ഈ കളിയിൽ പങ്കെടുക്കരുതെന്നും മുന്നറിയിപ്പ് നൽകി. വിതുരന് അത്ര മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. മഹാരാജാവായ ധൃതരാഷ്ട്രനെ ശാസിച്ച് ചൂതുകളി ഒഴിവാക്കുവാനുള്ള അധികാരം അദ്ദേഹത്തിനില്ലായിരുന്നു. എന്നാൽ ഭീഷ്മ പിതാമകൻ അതിനുള്ള അധികാരം ഉണ്ടായിരുന്നു. എന്നാൽ തൻ്റെ അധികാരം അദ്ദേഹം ഒരിടത്തും പ്രയോഗിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ആജ്ഞാശക്തിയാൽ ചൂതുകളി ഒഴിവാക്കിയിരുന്നു എങ്കിൽ പിന്നീട് കുരുവംശത്തിന് സർവനാശം സംഭവിക്കുമായിരുന്നില്ല. പിതാമകൻ ഭീഷ്മരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കളങ്കമായിരുന്നു പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം തടയാതിരുന്നത്. താൻ ഉൾപ്പെടുന്ന പ്രമുഖരുടെ സഭയിൽ ഒരു സ്ത്രീയെ വസ്ത്രാക്ഷേപം ചെയ്തിട്ടും അത് തടയാഞ്ഞത് പിതാമകൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു. ചൂതുകളിയിൽ പരാജയപ്പെട്ട് പാണ്ഡവർ 5 പേരും കൗരവരുടെ ദാസന്മാരായപ്പോൾ ദുര്യോധനന്റെ ആജ്ഞപ്രകാരം ദുശാസനൻ പാഞ്ചാലിയെ രാജസഭയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നു. തൻ്റെ നിസ്സഹായാവസ്ഥയിൽ പാഞ്ചാലി സഹായത്തിനായി ദ്രോണരെയും കൃപരെയും പിതാമകൻ ഭീഷ്മരെയും സമീപിച്ചുവെങ്കിലും എല്ലാവരും മൗനം പാലിച്ചതേ ഉള്ളൂ. ആ രാജസഭയിൽ ഏറ്റവും അധികം അധികാരവും സ്ഥാനവും ഉണ്ടായിരുന്ന പിതാമകൻ തൻ്റെ ആജ്ഞാശക്തിയാൽ ധൃതരാഷ്ട്രനെ നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ആ സഭയിൽ പാഞ്ചാലി അപമാനിതയാകില്ലായിരുന്നു. ദുര്യോധനന്റെ സഹോദരനായ വികർണൻ ഈ നിന്ദ്യമായ പ്രവൃത്തിയെ തടയുവാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തിന് ജ്യേഷ്ഠനായ ദുര്യോധനനെ നിയന്ത്രിക്കുവാനുള്ള അധികാരമില്ലാത്തതിനാൽ വികർണന്റെ ശ്രമം പരാജയപ്പെട്ടു. എന്നാൽ ഏവരാലും ബഹുമാനിതനായ പിതാമകൻ ശക്തമായി ഈ നീചപ്രവൃത്തിയെ തടയുവാൻ ശ്രമിച്ചില്ല. ഒടുവിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ തൻ്റെ ഭക്തയുടെ രക്ഷയ്ക്കെത്തേണ്ടി വന്നു. പാഞ്ചാലി അപമാനിക്കപ്പെടുന്നത് കണ്ടപ്പോഴാണ് ഭീമൻ ശപഥം ചെയ്തത്. 100 കൗരവന്മാരെയും താൻ വധിക്കുമെന്നും പാഞ്ചാലിയെ അപമാനിച്ച ദുശാസനന്റെ മാർത്തട്ട് പോരിൽ പിളർന്ന് രക്തം കുടിക്കുമെന്നും.
പിന്നീട് നടന്ന കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീമൻ 100 കൗരവന്മാരെയും വധിക്കുകയും ദുശാസനന്റെ മാറു പിളർന്ന് രക്തം കുടിക്കുകയും ചെയ്തു. പിതാമഹൻ തൻ്റെ ആജ്ഞാശക്തിയാൽ പാഞ്ചാലി വസ്ത്രാക്ഷേപം തടഞ്ഞിരുന്നു എങ്കിൽ കുരുക്ഷേത്ര യുദ്ധം തന്നെ ഒഴിവാക്കാമായിരുന്നു. കർണൻ സൂതപുത്രനല്ലെന്നും മൂത്ത പാണ്ഡവനാണെന്നും ഭീഷ്മ പിതാമഹൻ അറിയാമായിരുന്നു. എന്നിട്ടും കർണൻ അപമാനിതനാകുന്ന എല്ലാ സഭയിലും ഭീഷ്മൻ ഈ സത്യം മറച്ചു വയ്ക്കുകയും കർണനെ ഈ അപമാനത്തിൽ നിന്നും രക്ഷിക്കുവാനുള്ള ഒരു ശ്രമവും നടത്തുകയും ചെയ്തില്ല. രാജസഭയിൽ കുലത്തിൻ്റെ പേരിൽ തല താഴ്ത്തേണ്ടി വന്നപ്പോൾ അധാർമിയായ ദുര്യോധനനാണ് അംഗരാജ്യം നൽകി അദ്ദേഹത്തെ അപമാനത്തിൽ നിന്ന് രക്ഷിച്ചത്. അതിനാൽ തന്നെ കർണന് പിന്നീടുള്ള തൻ്റെ ജീവിതകാലം മുഴുവൻ ദുര്യോധനന് വേണ്ടി നിലനിൽക്കേണ്ടി വന്നു. കർണൻ അർജുനനുള്ള ഒത്ത എതിരാളിയാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിലായിരുന്നു ദുര്യോധനൻ കുരുക്ഷേത്ര യുദ്ധത്തിന് ഇറങ്ങുന്നത് തന്നെ. യുദ്ധത്തിൻ്റെ 10ാം ദിവസം ഭീഷ്മൻ പരാജയപ്പെട്ട് ശരശയ്യയിൽ കിടക്കുമ്പോൾ കർണൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് അനുഗ്രഹത്തിനായി വന്നു. അപ്പോൾ പിതാമഹൻ പറയും, നീ രാധേയനല്ല, കൗന്ദയനാണ്. ഉണ്ണി, ഞാൻ സത്യം പറയുന്നു, എനിക്ക് നിന്നോട് ഒരു വിദ്വേഷവുമില്ല. നിന്റെ തേജോവധത്തിനാണ് ഞാൻ പരുഷ വാക്കുകൾ പറഞ്ഞത്. നീ വെറുതെ പാണ്ഡവരെ നിന്ദിക്കുകയാണ്. ദുര്യോധന്റെ നീചമായ കൂട്ടുകെട്ട് കൊണ്ടാണ് നിന്റെ ബുദ്ധി ഇങ്ങനെ പിഴച്ചുപോയത്. നീചന്മാരുടെ ആശ്രയത്താലും മത്സര ബുദ്ധിയാലും ഗുണവാന്മാർ പോലും മോശക്കാരാകും. അതുകൊണ്ട് കൗരവരംഗത്തിൽ ഞാൻ നിന്നെ പലപ്പോഴും രൂക്ഷമായി പറഞ്ഞിട്ടുണ്ട്. ശത്രുക്കൾ ഭയക്കുന്ന നിന്റെ യുദ്ധവീര്യവും ബ്രാഹ്മണ ഭക്തിയും ശൗര്യവും പരമമായ ദാനശീലവുമെല്ലാം എനിക്കറിയാം. മനുഷ്യനിൽ നിന്നെ ഒറ്റയ്ക്ക് നിൽക്കുവാൻ ആരുമില്ല. അസ്ത്രവിദ്യയിൽ നീ അർജുനനോടും മഹാനായ കൃഷ്ണനോടും തുല്യനാണ്. നീ നിന്റെ സഹോദരന്മാരായ പാണ്ഡവരോട് ചേരൂ, അതാണ് എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ മുഖേന ഈ വൈരം അവസാനിക്കട്ടെ. എന്നാൽ പിതാമഹന്റെ ഈ വാക്കുകൾ സ്വീകരിക്കുവാൻ കർണന് കഴിയുമായിരുന്നില്ല. കാരണം താൻ അപമാനിക്കപ്പെടുമ്പോൾ എല്ലാ രഹസ്യവും അറിയാമായിരുന്ന പിതാമഹൻ പോലും മൗനം പാലിച്ചു. അപ്പോൾ തൻ്റെ രക്ഷയ്ക്കെത്തിയത് ദുര്യോധനനായിരുന്നു. ആ ദുര്യോധനനെ ചതിക്കുവാൻ കർണന് സാധിക്കുമായിരുന്നില്ല. കർണന്റെ ജന്മരഹസ്യം അറിയാമായിരുന്നിട്ടും അദ്ദേഹത്തെ അപമാനിക്കുമ്പോൾ മൗനം പാലിച്ചത് പിതാമഹൻ ചെയ്ത മറ്റൊരു തെറ്റായിരുന്നു. കുരുക്ഷേത്ര യുദ്ധം അനിവാര്യമായി മാറിയപ്പോൾ അവസാന ശ്രമം എന്ന നിലയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ സമാധാന ദൂതുമായി കൗരവ സഭയിലെത്തി. മഹാരാജാവിനോടായി അദ്ദേഹം പറഞ്ഞു, മഹാരാജാവേ, പാണ്ഡവന്മാരും കൗരവന്മാരും അങ്ങയുടെ പുത്രന്മാരാണ്. അവർ തമ്മിൽ മത്സരിച്ച് നശിക്കുവാൻ ഇടവരുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് അപേക്ഷിക്കാനാണ് ഞാൻ വന്നത്. കുരുവംശം പേരുകേട്ട രാജവംശമാണ്. ആ വംശപാരമ്പര്യം അങ്ങ് പുലർത്തണം. അങ്ങയുടെ പുത്രന്മാർ വികാരങ്ങൾക്ക് വശംബതരായി സ്വന്തം ബന്ധുജനങ്ങളെപ്പോലും എതിർക്കുവാൻ ഒരുമ്പെടുന്നു. ഈ ദുഷ്പ്രവൃത്തിക്ക് അങ്ങ് തക്ക നിവൃത്തി ചെയ്യാത്ത പക്ഷം ഭയങ്കരമായ ആപത്ത് നേരിടും. ആപത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ തടുക്കുവാൻ സാധ്യമല്ല. ഇപ്പോൾ അങ്ങ് വിചാരിച്ചാൽ ആപത്തൊഴിവാക്കി സമാധാനം സ്ഥാപിക്കാം. എന്നാൽ സഭയിലുള്ളവർ എല്ലാവരും ദുര്യോധനെ ഭയന്ന് മൗനം പാലിച്ചു. ഒടുവിൽ ധൃതരാഷ്ട്രൻ തൻ്റെ പുത്രൻ ദുര്യോധനന് താനോ ഭീഷ്മനോ ദ്രോണരോ വിതുരരോ ഗാന്ധാരിയോ പറയുന്നതൊന്നും ഇഷ്ടമല്ലെന്നും അതിനാൽ അങ്ങ് തന്നെ അവനെ ഉപദേശിക്കുവാനും പറയും. തുടർന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ദുര്യോധനെ ഉപദേശിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. ഭീഷ്മനും ദ്രോണനും വിതുരനും ദുര്യോധനോട് ഉപദേശരൂപേണ പലതും പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാന്റെ വാക്കുകളെ ബഹുമാനിക്കാതിരുന്നാൽ ആപത്തുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സ്വീകരിച്ച് പാണ്ഡവരോട് സന്ധി ചെയ്യണമെന്ന് അപേക്ഷിച്ചു. എന്നാൽ ഇവരുടെ അപേക്ഷ ദുര്യോധനൻ നിരസിക്കുകയും യുദ്ധത്തിന് തയ്യാറാകുകയും ചെയ്തു. അപ്പോഴും ഹസ്തിനപുരി രാജസഭയിലെ ഏറ്റവും ബഹുമാനിതനായ പിതാമഹൻ ഭീഷ്മൻ ദുര്യോധനെ ഉപദേശിക്കുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ ശക്തമായ അധികാരത്താൽ യുദ്ധം ഒഴിവാക്കുവാൻ ഒന്നും ചെയ്യുന്നതായി കാണുന്നില്ല. മഹാഭാരതത്തിൽ സംഭവിച്ച സകല അനർത്ഥങ്ങളിലും മൂകസാക്ഷിയായി നിൽക്കുവാനാണ് പിതാമഹൻ ശ്രമിച്ചത്. അന്ധമായ രാജഭക്തി അദ്ദേഹത്തെ പലപ്പോഴും അധർമ്മം തടയുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചു. അധർമ്മത്തിനെതിരായി ശക്തമായി പ്രതികരിക്കുവാനും തൻ്റെ അധികാരത്താൽ ധർമ്മം നടപ്പാക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചില്ല.
ഇത് മഹാമയൻ ഭീഷ്മന്റെ ജീവിതത്തിലെ പരാജയമാണ്.